ഹായ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞാനെന്ന് പറഞ്ഞ നെക്സ്റ്റ് കല്യാണം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് സാറ്റർഡേ, നാളെയാണ് സൺഡേ. അപ്പോൾ നാളെയാണ് മാരേജ് വരുന്നത്. അപ്പോൾ നമുക്ക് നൈറ്റ് തന്നെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങണം. നാളെ ഞാനൊരു ധാവണിയാണ് എടുക്കുന്നത്. അതിനി തേക്കണം, എനിക്ക് നെയിൽ പോളിഷ് ഇടണം, പിന്നെ മെഹന്തി ഇടണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് എനിക്കൊരു PSC എക്സാം ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പിന്നെ കല്യാണ വീട്ടിൽ പോയിട്ട് ഇപ്പം 9:30 ആയതേ ഉള്ളൂ. ഇപ്പോൾ വന്നത് കയറിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ രാത്രി ഒരു സംഭവം ഞാൻ തലയിൽ ചെയ്യും. മുടി നല്ല സ്മൂത്ത് ആവാനായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അതുകൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിനൊരു കാരണമുണ്ട്. ദ സീക്രട്ട് ഈസ് ഹിമാലയയുടെ ഒരു പ്രോട്ടീൻ ഹെയർ ക്രീമുണ്ട്. ഇത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ തലയിൽ തേക്കുക. നാളെ 9 മണിക്കാണ് വണ്ടി ഇവിടെ നിന്ന് പോകുന്നത്. കണിയാപുരത്ത് വെച്ചിട്ടാണ് നമുക്ക് കല്യാണം. അപ്പോൾ നേരത്തെ പോകണം. സോ വെളുപ്പിനെ എഴിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത് തേച്ച് വയ്ക്കാം. ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കും മുടി. ഇത് ഭയങ്കര മണമാണ്. ഭയങ്കര മണമല്ല, മണമാണ്. പിന്നെ ഞാൻ ഇന്ന് കടയിൽ ചെറിയൊരു ഷോപ്പിങ്ങിന് കയറിയ ടൈമിൽ സ്ട്രീക്സിൻ്റെ ഇത്ര ഉള്ളൊരു മുമ്പിടി ഒരു സ്ഥലം കണ്ടു. ഞാനത് വാങ്ങി. എൻ്റെ ഒരു വലുതുണ്ട്, പക്ഷേ ഇറ്റ് കൈൻഡ് ക്യൂട്ട്. അതുകൊണ്ട് ഞാനത് വാങ്ങി. അപ്പോൾ അത് ഞാൻ പൊടിച്ചൊന്നും നോക്കിയില്ല. പിന്നെ ഈ നെയിൽ പോളിഷാണ്. ഇതുമാതിരി ഒരു മെറൂൺ കളറിലെ ഒരു ധാവണിയാണ് കൊടുക്കുന്നത്. ധാവണിയൊക്കെ നാളെ കാണിക്കാം. ഓക്കെ, ബൈ ബൈ. രാത്രി തന്നെ മെഹന്തി ഇട്ടു. എനിക്ക് 2 കയ്യിൽ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഒരു കയ്യിലേ പറ്റുള്ളൂ. ഓക്കെ, ദിസ് ഈസ് മൈ മമ്മി. ഹായ് പറയാമ. ഹായ്. ഇത് ഇന്നലെ രാത്രി ഇട്ട മെഹന്തിയാണ്. ഹായ് ഗൈസ്. നമ്മൾ ഏകദേശം ഒരു മാച്ചാണ് ഇട്ടിരിക്കുന്നത്. ഡാർക്ക് റെഡും ഇത്തിരി ലൈറ്റ് റെഡും. Okay, this is my full outfit and I'm going to show you my sisters. Hi Bara. Hi. നന്മക്കുട്ടി. ഇത് കുഞ്ഞിക്കിളി. I'm going to use this as my hair accessory. എക്സാക്ട്ലി മാച്ചിങ് ടു മൈ ഔട്ട്ഫിറ്റ്. ഈ ഒരു ചെമ്പരത്തിപ്പൂ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം പൂ വയ്ക്കാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. ഇത് കിട്ടിയപ്പോഴത്തേക്കും അതങ്ങ് മാറിക്കിട്ടി. പിന്നെ ഇതാണ് ചെറുക്കം പോയ വണ്ടി. കൂൾ റൈറ്റ്. പിന്നെ നഗര കാഴ്ചകളും കണ്ടു ഞാൻ ഇരുന്നു. സൈഡ് സീറ്റ് ബാക്കിലോട്ട് കിട്ടി. പിന്നെ വേഗം തന്നെ എത്തിയ കണിയാവരായതുകൊണ്ട് സാരംഗ് വന്ന് ഹായ് പറഞ്ഞു. കല്യാണത്തിന് പിന്നെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. കുറേ നാളേക്ക് ശേഷമായിരുന്നു ഈ ഡാൻസ് കണ്ടത്. അപ്പോൾ അത് കൊള്ളായിരുന്നു. പിന്നെ ഈവനിങ്ങിലെ ഡാൻസൊക്കെ മാത്രമേ കണ്ട് വരുന്നുള്ളായിരുന്നുള്ളൂ. ഇപ്പോഴാണ് രാവിലത്തെ ഡാൻസ് കുറേ നാളേക്ക് ശേഷമായിരുന്നു കണ്ടത്. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി കല്യാണം കഴിഞ്ഞിട്ട്. നേരെ പിന്നെ സദ്യക്കാണ് പോയത്. സദ്യക്ക് പോയപ്പോഴത്തേക്കും അമ്മയ്ക്ക് സീറ്റ് കിട്ടാത്തതുകൊണ്ട് എൻ്റെ കൂടെ സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ എൻ്റെ ചോറ് കണ്ടാലറിയാം എല്ലാം എക്സ്ട്രയാണ്. 2 പഴം 2 പ്രാവശ്യം എല്ലാ കറിയിലും കുറച്ച് കൂടുതൽ വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ പപ്പടം, അതാണ് പറയാനുള്ള മെയിൻ സാധനം. എൻ്റെ യൂട്യൂബിലെ സബ്സ്ക്രൈബർ ആയതുകൊണ്ട് എനിക്ക് ഇത്ര വലിയ പപ്പടം തന്നു. നമുക്ക് ഇതെനിക്കും നോക്കൂ, എക്സ്ട്രാ ചോറ്, എക്സ്ട്രാ പരിപ്പ് കറി, എല്ലാം എക്സ്ട്രാ ഇരിക്കുന്നത് കണ്ടു. പിന്നെ ഞാൻ വേറെ ബസ്സിലാണ് കയറിയത്. അങ്ങനെ എല്ലാവരും വീടെത്തിയതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ വീടെത്തിയത്. അപ്പോൾ വീട്ടിലോട്ട് നടക്കാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ മഴച്ചാറ്റിലുണ്ടായിരുന്നു. Okay, hello guys. I didn't even take a single pic in marriage. കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഒരൊറ്റ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് വീണ്ടും മേക്കപ്പ് ഇട്ട് വീണ്ടും ഹെയർ സെറ്റ് ആക്കിയിട്ട് എൻ്റെ വീട്ടിൻ്റെ കാട് പ്രദേശത്തോട്ട് വന്ന് എടുക്കുകയാണ്. ഈ പൂ കണ്ടോ? ഇറ്റ്സ് മാച്ചിങ്. എൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന പൂ കണ്ടായിരുന്നോ? ഇറ്റ്സ് ഹിബിസ്കസ്.
ഇത് ഞാൻ പൂവൊന്നും വെക്കാതെയായിരുന്നു പോയത്. ആ ടൈമിൽ വഴിയിൽ വെച്ചൊരു പൂ നിൽക്കുന്നുണ്ട്, മറ്റേ അടുങ്ങി നിൽക്കുന്ന റെഡ് കളറിലുള്ള ചെമ്പരത്തിയായിരുന്നു. അങ്ങനെ അതിന് 2 എണ്ണം പറിച്ചായിരുന്നു ഞാൻ വെച്ചത്. സ്കൂൾ ആർക്കും മനസ്സിലായില്ല, എല്ലാവരും വിചാരിച്ചു റോസയാണെന്നാണ് വിചാരിച്ചത്. മൈ ഐ മേക്കപ്പ് ഈസ് സോ ഗുഡ് ടുഡേ. കാരണം കണ്ണിനകത്ത് കുറച്ച് കൂടുതലായിപ്പോയി എൻ്റെ ഐ ഷാഡോ. ഐലൈനർ വരച്ചപ്പോഴത്തേക്ക് അത് കറക്റ്റായി. ബ്ലഷ് പക്ഷേ പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ അത് വന്നിട്ടൊക്കെ തുടച്ചതിന് ശേഷമാണ് ഇട്ടത്. മഴ പെയ്തായിരുന്നു. മഴയത്ത് നിന്നൊരു വീഡിയോ എടുക്കാൻ നോക്കി, ഏറ്റില്ല എന്ന് തോന്നുന്നു. ഏറ്റാൽ പോസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യില്ല. സോ നമുക്ക് ഈവനിങ് പാർട്ടിക്ക് കാണാം. പിന്നെ വേറൊരു സർപ്രൈസ് ഉണ്ടെന്ന്. കല്യാണ ഫുഡ് അടിക്കാം. ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, പപ്പടം, അപ്പം, ചിക്കൻ ബിരിയാണി ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഞാനൊരു ചായയും കൂടി കുടിച്ചു. കല്യാണത്തിന് എനിക്ക് ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു. വൈകുന്നേരം നേരത്തെ പോകണം, അവിടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കൊരു സംഭവം, ഞാനൊരു സ്റ്റാറ്റസ് കണ്ടു. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് കണ്ടപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു. ഉണ്ടോ, സത്യമാണോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് വൈകുന്നേരം ഇങ്ങോട്ട് പോരെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. ഇറ്റ്സ് ദ തിങ്. ഇതാണും ഇത് പെണ്ണും. ദ ബ്രീഡ് ഈസ് ഡാഷ്. നീളത്തിനുള്ള ടീംസാണ്. അപ്പം ഇന്ന് തൊട്ട് എൻ്റെ കൂടെ കിടക്കാൻ 2 പേരായി. അല്ലേ അല്ലേ മമ്മി അല്ലേ? ഓക്കെ വരാം. അപ്പോൾ സംഭവം അവിടെ ഡാൻസ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഡാൻസൊക്കെ കാണാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഇവരെ എടുക്കാനായിട്ട് പോയതുകൊണ്ട് നടന്നില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര ഹാപ്പി. അവൾ എടുത്തു വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയാണ്. ഒരു ബേസ് ബോർഡിൽ കിടത്തിയിരിക്കുകയാണ്. കുഞ്ഞു പിള്ളേരില്ലേ, 1 മാസം ആയതേ ഉള്ളൂ. അപ്പം അങ്ങനെ കിടത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മളപ്പോൾ ഇവിടുന്ന് പിന്നെ മഴയല്ലായിരുന്നു. മഴയും കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്ന ഉടനെ തന്നെ കഴിച്ചിട്ട് പിന്നെ ഐസ്ക്രീം കുടിച്ചു, പിന്നെ ചായ കുടിച്ചു, പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ ഇങ്ങ് പോന്നു. മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര താമസിച്ചാണ് വന്നത്. അപ്പോൾ നമ്മൾ ചെന്നിട്ട് പിന്നെ വേഗം കഴിക്കാനായിട്ടാണ് നിന്നത്. ഈ ഡ്രസ്സാണ് കേട്ടുണ്ടോ, ഇതിൽ ഫോട്ടോസൊന്നും എടുത്തില്ല. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഫ്രോക്കാണ്. ഒരു കുഞ്ഞു ഫ്രോക്കല്ല, ഇറക്കമുള്ളൊരു ഫ്രോക്കാണ്. ലുക്ക് അറ്റ് മൈ ഹെയർ. ഇത് നോക്കൂ. വൗ, ഈ സൈഡിലില്ലേ? ഇതൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചാലോ? ഐ എം റിയലി ഗോയിങ് ടു ഡു എ നോസ് പിയേഴ്സിങ്. ഈ മൂക്കിൽ ഇതെനിക്ക് നല്ലപോലെ സ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് എല്ലാത്തിൻ്റെ കൂടെ യൂസ് ചെയ്യും. പുറത്തോട്ട് പോകുമ്പോൾ എപ്പോഴും ഞാൻ യൂസ് ചെയ്യും. ഓഫീസിൽ പോകുമ്പോൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ വെക്കാത്തത്. ബാക്കി എല്ലായിടത്തും ചില സ്ഥലത്ത് ഞാൻ വെക്കില്ല, കാര്യം മറന്നു പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മറന്നു പോകുന്നൊരു കാര്യം ആവാതിരിക്കാനായിട്ട് ഐ വാണ്ട് ടു ഡു ഓൺ ഫോർ റിയൽ. നെക്സ്റ്റ് മന്ത് കഴിയട്ടെ. ഞാൻ മാർച്ചിൽ ചെയ്യാമെന്ന് കൊണ്ടാണ് ഇരുന്നത്. ബർത്ത്ഡേക്ക് ഒന്നും നടന്നില്ല. അപ്പം അതുകൊണ്ട് പിന്നെ ഇല്ല. എൻ്റെ ഫൈറ്ററിനെ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ? എൻ്റെ ഫൈറ്റർ ഇതാ. ഇവൻ്റെ പേരെന്തെന്നറിയാമോ? ഇവൻ്റെ പേരാണ് ലോക്കി. അയ്യോ, രാത്രി വിസിലടിച്ച പാമ്പ് വരൂലേ? നമുക്ക് ലോക്കിക്ക് ഫുഡ് കൊടുക്കാം. ലോക്കിക്ക് ഞാൻ മൗണ്ടെയിൻ ഡ്യൂ ആണ് കൊടുക്കുന്നത്. മൗണ്ടെയിൻ ഡ്യൂ 1 ആൻഡ് മൗണ്ടെയിൻ ഡ്യൂ 2. മുമ്പ് ഒരു പാക്കറ്റിൽ വാങ്ങിക്കൊണ്ട് ഫിഷ് ഫുഡ് വെച്ചിരുന്നപ്പോഴത്തേക്കും അതൊരു 3 ദിവസത്തിനുള്ളിൽ ഞാൻ പൊട്ടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരുന്നപ്പോഴത്തേക്കും ഉറുമ്പ് ഫുള്ള് കാലിയാക്കി. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇനി ഞാൻ ടിന്നിൽ ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇടാനുള്ളത്. ദിസ് ഈസ്
ഫസ്റ്റ് ടൈം ഇടുന്നതേ ഉള്ളൂ. എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഹൗ ടു സ്റ്റൈൽ ഇട്ട്. ഞാൻ ഇവിടെ പോയിട്ട് വന്നതിന് ശേഷം പെട്ടെന്ന് അങ്ങ് എടുത്തത് ഇട്ടതാണ്. സോ ഐ ഡോണ്ട് നോ ഹൗ ടു സ്റ്റൈൽ. അപ്പോൾ ഇനി പോകുമ്പോൾ നമുക്ക് എങ്ങനെയുള്ള സ്റ്റൈൽ ചെയ്യും? മറ്റേ ഹൗസ് മൈ മെഹന്തി, ഇറ്റ്സ് കൂൾ റൈറ്റ്. ഞാൻ ഓഫീസിൽ പോകണം.